പഠിക്കണോടാ, നിനക്ക് UPSC പഠിക്കണോടാ. എവിടുന്ന് തുടങ്ങുമെടാ, നീ എവിടുന്ന് തുടങ്ങുമെടാ? അറിയില്ല, എനിക്ക് അറിയില്ല, എവിടുന്ന് തുടങ്ങണം അറിയില്ല. IAS IPS IFS കണ്ടപ്പോൾ ഇറങ്ങി തിരിച്ചതാണോ നീ? എങ്കിൽ നീ ഒന്നറിഞ്ഞിടണം, ചില കാര്യങ്ങൾ അറിഞ്ഞിടണം. തുടക്കത്തിൽ കാണിക്കുന്ന അബദ്ധങ്ങൾ വരാതിരിക്കാനായി ശ്രദ്ധിച്ചിടണം. ഇനി നമുക്ക് പഠിക്കാം, എന്തൊക്കെ വേണമെന്ന് പഠിക്കാം. ആദ്യം തന്നെ സിലബസ് തലയിലോട്ട് കെട്ടിടണം, തലേന്നൊട്ടും പോകാതെ സൂക്ഷിച്ചിടണം. എന്തിനെന്നറിയുമോടാ, അത് എന്തിനാണെന്നറിയുമോടാ? പഠിക്കുന്ന സമയത്ത് വിവരങ്ങൾ നോക്കിയിടുമ്പോൾ സിലബസിൻ കണ്ണിലൂടെ മാത്രം നോക്കണം. പണ്ടു തൊട്ടു കെട്ടിടുന്ന മിഥ്യയൊക്കെ മറക്കാനായി സിലബസ് തലയിലോട്ട് ഫീഡ് ചെയ്യണം. സൂര്യന്റെ കീഴിലെല്ലാം ചോദിക്കുന്ന എക്സാം എന്ന മിഥ്യ നീ തിരുത്തിയിടണം. ഇനി NCERT എന്താണെന്ന് മനസ്സിലാക്കാം, ഇനി NCERT എന്താണെന്ന് മനസ്സിലാക്കാം. ഷോർട്ട് കട്ടൊന്നും നോക്കിയിടാതെ NCERT പുസ്തകങ്ങൾ മനസ്സിലാക്കി നീ ഒന്ന് പഠിച്ചിടണം. 6 തൊട്ട് 12 വരെയുള്ള പുസ്തകങ്ങൾ നന്നായി ഇരുന്നങ്ങ് വായിച്ചിടണം. ഇനി വായിക്കുമ്പോൾ ഓരോരോ ടോപ്പിക്കിന്റെ കണ്ടിന്യൂറ്റി തേടി നോക്കി അത് നന്നായി വായിച്ചിടണം. അല്ലാതെ 6, 7, 8 എല്ലാം ഓർഡറിൽ പഠിക്കുവാനായി സ്കൂളിൽ പോകും കുട്ടിയെല്ലാം നോർത്തിയിടണം നീ. ഇനി ചേട്ടന്മാരും ചേച്ചിമാരും കൂടെയുള്ള കൂട്ടുകാരും 11, 12 മതിന്നു പറയും. അത് കേട്ട് 6 മുതൽ 10 വരെ ഉപേക്ഷിച്ചാൽ മാനം നോക്കിയിരിക്കും നീ പരീക്ഷാ ഹാളിൽ. ഇതിൻ കൂടെ എല്ലാ ഡേയ്സും പത്രം വായിച്ചിടാനായി നന്നായി ഒരു സമയം നീ മാറ്റിവെക്കണം. ഇനി പത്രമേതെന്നറിയില്ല, ഹിന്ദുവിലോ എക്സ്പ്രസിലോ നോക്കി നോക്കി വിവരങ്ങൾ എഴുതിടണം. അപ്പോ നിനക്കൊരു സംശയം വരും, പത്രം മുഴുവനും വായിക്കണോന്ന്. മുഴുവനും വായിക്കാനായി പത്രത്തിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യും കുട്ടിയെല്ലാം അറിഞ്ഞിടണം. സിലബസ് നോക്കി വെച്ച് പത്രത്തിൽ വരും വാർത്ത ഫിൽട്ടർ ചെയ്ത് വായിക്കാനായി പഠിച്ചിടണം. ഒരു 10 വർഷത്തെയെങ്കിലും UPSC ക്വസ്റ്റ്യൻ പേപ്പർ പ്രിലിംസിന്റെ മെയിൻസിന്റെ നോക്കി വെക്കണം. ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിടുമ്പോൾ പാറ്റേൺ നന്നായി മനസ്സിൽ പതിച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിച്ചിടണം. അനലൈസ് ചെയ്തു വെച്ച ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കൊണ്ട് വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ഒക്കെ പഠിച്ചിടണം. ഇനി ഇങ്ങനൊക്കെ പഠിച്ചിട്ടും മനസ്സിന് ബലമില്ലൽ, പഠിച്ചതൊക്കെ വെറുതെ ആയി പോയിടും. അതുകൊണ്ട് മനസ്സിന് സന്തോഷവും സമാധാനവും കോൺഫിഡൻസും നൽകിയിടുന്ന കാര്യം ചെയ്യണം. നല്ല ബുക്സ് വായിക്കണം, നല്ല വാർത്ത കേട്ടിടണം, നല്ല പോലെ എക്സർസൈസും ചെയ്തു വരണം. ആഹാരവും ആരോഗ്യവും മനഃശാന്തി നോക്കിയില്ലെങ്കിൽ പഠിക്കാനായി എനർജിക്ക് ക്ഷാമം വന്നിടും. തളർന്നു പോകും സ്വാഭാവികം, റെസിലിയന്റ് ആയിടണം. എങ്കിൽ മാത്രമേ നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകൂ. നമ്മെ നോക്കും ആളുകൾക്ക് നന്മയുണ്ട് തിന്മയുണ്ട്, വള്ളിയൊന്നും പിടിക്കാതെ പഠിച്ചിടണം. നീ തന്നെയാണ് ഈ യാത്രയിൽ എന്ന സത്യം ഓർത്തിടണം. പലതരം ആളുകളും വന്നു പോയിടും, അവസാനം അവർ പോയി ഇവർ പോയി എന്ന് ചൊല്ലി സ്വപ്നം പാതി വഴി കിട്ടുടച്ചു പോയിടരുത്. നീ പഠിച്ചാൽ നീ വളരുമെന്ന സത്യം മനസ്സിൽ കല്ലുപോലെ ഉറച്ചങ്ങ് സേവ് ചെയ്യണം. കമ്പാരിസൺ നടത്താനായി നീ ഒരുങ്ങുന്ന ഓരോ നേരം നശിക്കുന്ന നീയാണെന്ന് മറന്നിടല്ലേ. ഹിസ്റ്ററിയും ജോഗ്രഫിയും പോളിറ്റിയും എക്കണോമിയും പോലെയുള്ള GS സബ്ജക്ട്സ് പഠിച്ചിടണം. ഇത് ഓരോന്നും പഠിക്കുമ്പോൾ 4ഉം 5ഉം ബുക്കും വെച്ച് ഒന്നും തീർക്കാൻ പറ്റാതായി പോയിടല്ലേ നീ. നന്നായി നോക്കിയിട്ട് നല്ല ഒരു ബുക്ക് എടുക്ക്, അത് വെച്ച് സിലബസ് കവർ ചെയ്യ്. ഒരു വട്ടം സിലബസ് കവർ ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ള റെഫറൻസസ് തേടിയെടുക്ക്. ഇനി നന്നായി പഠിച്ചാലും വിവരങ്ങൾ അറിഞ്ഞാലും പരീക്ഷയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ മറന്നിടല്ലേ. പ്രാക്ടീസ് എത്ര ചെയ്യുന്നുവോ അത്രമാത്രം നിന്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്താനുള്ള വഴി തെളിയും. നന്നായി ചെയ്യുക, തെറ്റുകൾ വരുത്തുക, തെറ്റുകൾ തിരുത്തി നീ മുന്നേറിപ്പോരുക. ഇത്രമാത്രം ചെയ്താൽ പോരാ, സിസ്റ്റമാറ്റിക്കായി തന്നെ പഠനത്തിന് പ്ലാൻ തയ്യാറാക്കി വെക്കണം. പ്ലാൻ മാത്രം പോരാ, നിന്റെ ദിനം തോറുമുള്ള ഈ യാത്രയിൽ ആ പ്ലാനുകൾ നടപ്പിൽ ആക്കി വെക്കണം. നന്നായി പഠിക്കുവാനായി നല്ല ഇടം തേടുന്നെങ്കിൽ കണ്ണും പൂട്ടി പോരുമോനെ IPM-ല്.